അങ്ങനെയല്ല, ഇങ്ങനെ കൈവയ്ക്ക്. സ്വപ്ന, സ്വപ്ന നിക്ക്. സ്വപ്ന ഒന്ന് നിക്കടോ. ആ പേടിക്കണ്ടടോ, എനിക്കിപ്പം നിന്നെ ഇഷ്ടമല്ല. സംശയിക്കണ്ട, ഞാൻ തന്നെയാ. നല്ല ഇഷ്ടത്തോടെ പറയാ, എനിക്കിപ്പോ തന്നെ ഇഷ്ടമല്ല. താനൊന്ന് മിണ്ടോ, ഒന്ന് ചിരിക്കോ? നാളെ കൂടിയല്ലേ ക്ലാസ് ഉള്ളൂ. നമ്മൾ തമ്മിലിങ്ങനെ വെറുത്ത് പിരിയണ്ടല്ലോ. എടോ, തന്നെ എനിക്കിപ്പോ ഇഷ്ടമല്ല. സന്തോഷമല്ലോ. ഇഷ്ടമല്ലെന്ന് കരുതി എനിക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല കേട്ടോ. തനിക്കും എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് എന്താ എന്നെ ഇഷ്ടമാതിരുന്നേ? താൻ പ്രണയത്തെ എന്തെങ്ങനെ വെറുക്കുന്നേ? ഏയ്, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ജെപിക്ക് എന്നെ പറ്റി എന്തറിയാൻ? ഒരു പ്രണയം കാരണം എല്ലാം നഷ്ടമായി പോയോളാ ഞാൻ. അനാഥയായി പോയോളാ ഞാൻ. സ്വപ്നാരെ പ്രണയിച്ച് ഞാനല്ല, എൻ്റെ ചേച്ചി. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ചേച്ചി ഒരാളുമായിട്ട് പ്രണയത്തിലായി. പഠനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു ജോലിക്കും ശ്രമിക്കാതെ ഉഴപ്പി നടക്കുന്ന ഒരാളായിരുന്നു അയാൾ. അയാളുമായിട്ടുള്ള ബന്ധം ചേച്ചിയുടെ പഠനത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ചേച്ചിയെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കാനായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്താടി നീ വിചാരിച്ചേ? ഓനുമായിട്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി എങ്ങാനും ഓനുമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാ അടിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ. ഏത് തരം ഒരു കാര്യം തന്നെ പറയണ്ട. ഒറ്റൊരാള് കാരണം ഇടിയെല്ലാം ഉണ്ടാവുന്നു. നിനക്കും കൂടെ ബാധകായത്. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. വീട്ടിലെ എതിർപ്പ് കൂടിയപ്പോൾ ഒരു ദിവസം ചേച്ചി ആരോടും പറയാതെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അച്ഛൻ്റെ പരാതി പ്രകാരം പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കി. നീ ഇല്ലാണ്ട് അമ്മ വീട്ടിൽ പോവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓള് പോന്നേ പോട്ടെ. നീ വീട്ടിലേക്ക് വരാതെ അമ്മ ജീവിച്ചിരിക്കില്ല. നമ്മുടെ മോള് അറിയില്ലേ, സാരമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, സമാധാനിക്കും. എടോ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നു. നമ്മുടെ മോളല്ലേ. നമുക്ക് ഇനിയൊരു മോളുണ്ട്. ഓക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം. നീ ചാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓള് നിന്നോ? നിന്നില്ലല്ലോ. ജീവനറ്റ അച്ഛൻ്റെ അമ്മയുടെ ശരീരം കാണേണ്ടി വന്ന ചേച്ചിയുടെ മനോനില തെറ്റി. അതോടെ എൻ്റെ പഠനമൊക്കെ അവസാനിച്ചതായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ സുധീരൻ സാറ് ചെറിയച്ഛൻ്റെ ഫ്രണ്ടാ. അവരൊന്നിച്ച് പഠിച്ചതാ. പ്രിൻസിപ്പളാ ചെറിയച്ഛനെ ഇവിടുത്തെ ഒഴിവിൻ്റെ കാര്യം അറിയിച്ചത്. ബുദ്ധിമുട്ടിച്ചതില് സോറി. ഇത്രയും ഭയങ്കര സംഭവം ഇയാളുടെ ജീവിതത്തിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു.
അന്തർജനരഹിത കലാലയം. എടോ, പിള്ളേർ ഇതൊക്കെ കണ്ട് ചിരിക്കുക. പിള്ളേർക്ക് ALS ഒരു തമാശയാ. അത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കണം. വേഗം നമുക്കൊരു ALS മീറ്റിംഗ് വെച്ചാലോ? എടോ, ALS ആർക്കും ഇഷ്ടമല്ലെന്നാ നിങ്ങളുടെ പറഞ്ഞത്. ഗൂഢാലോചന നടത്തിയിരുന്നോ? അവരായിരുന്നു പ്രേമിക്കുന്ന ആര്? ആ JP സപ്നു. JP സപ്നയോ? ഇവനെപ്പോ ഒന്നു ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തുണ്ട്. വാ, come on. അടുത്തായിക്കോളൂ കോളായി. നാളെ ഒരു ദിവസം കൂടിയല്ലേ കോളേജിലുള്ളൂ. എന്തായാലും ഇന്ന് ഇതൊക്കെ പറയാൻ പറ്റിയത് നന്നായി. അല്ലേ, ഇതൊന്നും ഞാൻ അറിയാതെ പോയനെ. ഇതാ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ആ പൂജ, റോഷൻ, വാടാ. പോണോ? പോയി നോക്കാം. പൂജ, നീ എന്നെ ആത്മഹത്യയൊന്നും പോണ്ട. ഞാനെല്ലാം അവസാനിപ്പിച്ചു. ഡാ, ഇവളുടെ കാര്യം അറിയോ? ഒരു വൻ ദുരന്ത. ഇവളെങ്ങനെ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലേ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. അത് കാണാൻ ഈ കോളേജിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വയം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഓളും ഹാപ്പിയായി, ഞാനും ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? അല്ലേ? എന്നാ പോയിക്കോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. കേസുവല മാങ്കുറ്റും SFL ഷിജും തമ്മിൽ എന്തൊരു ചുറ്റികളുണ്ട്. അത് നമ്മൾ അനുവദിച്ചൂടാ. തോണ്ടാം, കുളം തോണ്ടാം. തോണ്ടല്ലേ? അവസാനമായി ഞാനും ചോദിച്ചോട്ടെ, താൻ വെറുതെ ഒന്ന് പറയാൻ ഇഷ്ടമാണെന്ന്? വെറുതെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു വേണ്ട. അത്രക്ക് ഇഷ്ടമായിട്ടുണ്ടോ എനിക്ക് തന്നെ? ഒരു പ്രണയംകാരനെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാള് അതെങ്ങനെ പറയാനല്ലേ?